ദൈവവചനം വായിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന 5 വാക്യങ്ങൾ. വെളിപാടിന്റെ പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വചനം, വചനം വായിക്കുന്നവർക്ക് അനുഗ്രഹം ലഭിക്കും. 2-ാമത്തെ വചനം ജ്ഞാനത്തിന്റെ പുസ്തകം 6-ാം അധ്യായം 11-ാമത്തെ വചനം, വചനം വായിക്കുന്നവർക്ക് ജ്ഞാനം ലഭിക്കും. 3-ാമത്തെ വചനം ജ്ഞാനത്തിന്റെ പുസ്തകം 6-ാം അധ്യായം 25-ാമത്തെ വചനം, വചനം വായിക്കുന്നവർക്ക് നന്മ വരും, ശുഭം വരും. 4-ാമത്തെ വചനം സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 20-ാമത്തെ വചനം, വചനം വായിക്കുന്നവർക്ക് ഉത്കർഷം ലഭിക്കും, അഭിവൃദ്ധി ഉണ്ടാകും. 5-ാമത്തെ വചനം പ്രഭാഷകന്റെ പുസ്തകം 50-ാം അധ്യായം 27 മുതൽ 29 വരെയുള്ള വചനങ്ങൾ, വചനം വായിക്കുന്നവർക്ക് അനുഗ്രഹം ലഭിക്കും, ജ്ഞാനം ലഭിക്കും, അതോടൊപ്പം എല്ലാറ്റിനും കഴിവ് ലഭിക്കും. കർത്താവിൻ്റെ പ്രകാശമാണ് അവരെ നയിക്കുക. ഇതാണ് വചനം വായിക്കുന്നവർക്ക്, ആധ്യാത്മിക വ്യായാമമായി വചനവായനയെ കരുതുന്നവർക്ക് അനുദിന ജീവിതത്തിൽ ലഭിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾ. കർത്താവിൻ്റെ വചനം സത്യമാണെന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ വിശുദ്ധ ഗ്രന്ഥം സത്യമാണെന്ന് മനസ്സിലാക്കണം. അത് മാത്രമല്ല, ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഓരോ വാക്കും സത്യമാണ്. ഏത് വാക്ക് വിശ്വസിച്ചാലും നമുക്ക് തെറ്റുപറ്റില്ല. ഏത് വാക്ക് നമ്മൾ ആശ്രയിച്ചാലും നമുക്ക് തെറ്റുപറ്റില്ല. കാരണം വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ വാക്കും സത്യമാണ്. കർത്താവിൻ്റെ ഓരോ വാക്കും സത്യമാണ്. കാരണം പറയുന്നത് കർത്താവാണ്. ഇത് കർത്താവിൻ്റെ വചനമാണ്. അതുകൊണ്ട് തന്നെ അത് സത്യമാണ്. ദൈവവചനം എന്നത് ആത്മാവിൻ്റെ വാളാണ്. ദുഷ്ടന്റെ കൂരമ്പകളെ നേരിടാൻ നമ്മെ സഹായിക്കുന്ന ആധ്യാത്മിക ആയുധം. ഈ ആയുധം നമ്മൾ എപ്പോഴാണ് എടുക്കേണ്ടത്? ശത്രു വന്ന് അടുത്തെത്തിയതിന് ശേഷമാണോ? അല്ല, ശത്രു വരുന്നതിന് മുമ്പേ നമ്മൾ ആയുധമെടുത്ത് സുസജ്ജരായിരിക്കണം. ഇന്ത്യയിൽ മിലിറ്ററിക്കാരുടെ ഇടയിൽ അവർ പരസ്പരം ശക്തിപ്പെടുത്താനും മോട്ടിവേഷൻ കൊടുക്കുവാനുമായിട്ട് പറയുന്ന ഒരു ഫ്രേസ് ഉണ്ട്, ഒരു പഴഞ്ചൊല്ല് പോലെ. അവർ എപ്പോഴും അവരുടെ മിലിറ്ററി ട്രെയിനിങ് സെൻ്ററുകളിലും അവരുടെ ക്യാമ്പുകളിലുമൊക്കെ എഴുതി വയ്ക്കുന്ന ഒരു വചനം ഇങ്ങനെയാണ് അവർ എഴുതി വയ്ക്കുന്നത്: ദ മോർ യു സ്വെറ്റ് ഇൻ പീസ്, the less you bleed in war. The more you sweat in peace, the less you bleed in war. സമാധാനത്തിൻ്റെ കാലത്ത് വിയർപ്പൊഴുക്കി സുസജ്ജരായിരുന്നാൽ യുദ്ധത്തിൻ്റെ കാലത്ത് അധികം രക്തം ചിന്തേണ്ടി വരില്ല. എന്താണ് സൂചിപ്പിക്കുന്നത്? മുൻകൂട്ടി ഒരുങ്ങിയിരിക്കുക, മുൻകൂട്ടി സുസജ്ജരായിരിക്കുക. ആധ്യാത്മിക യുദ്ധത്തിൻ്റെ കാര്യത്തിലും ഇത് ശരിയാണ്. വചനം എന്ന് പറയുന്നത് വെറും ഒരു ശക്തിയല്ല. വചനം എന്ന് പറയുന്നത് വെറും ഒരു ശബ്ദമല്ല. വചനം എന്ന് പറയുന്നത് വ്യക്തിയാണ്. ആ വ്യക്തി ഈശോ മിശിഹായാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വചനം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വചനമാണ് പിന്നീട് മനുഷ്യനായി മനുഷ്യരുടെ ഇടയിൽ കൂടാരമടിച്ച് വസിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വചനം. പിന്നീട് നാം കണ്ടു ഈ വചനത്തെ അവൻ എന്നാണ് വിളിച്ചിരിക്കുന്നത്. സർവനാമം. എന്ത് സർവനാമമാണ്? വ്യക്തിയെ സൂചിപ്പിക്കുന്ന സർവനാമമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, പേഴ്സണൽ പ്രൊനൗൺ. കാരണം വചനം ഒരു വസ്തുവല്ല, വ്യക്തിയാണ്. അതുകൊണ്ട് ഹി എന്നും അവൻ എന്നുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വചനങ്ങൾ. അതിനുശേഷം 3-ാമത്തെ ഘട്ടത്തിൽ നാം കാണുന്നത് വചനത്തെക്കുറിച്ചുള്ള 10 കാര്യങ്ങൾ. വചനത്തിൻ്റെ 5 പ്രത്യേകതകളും വചനം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന 5 കാര്യങ്ങളും. അതിലിപ്പോൾ എത്ര എണ്ണമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്? 3 കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഒന്നാമതായിട്ട് ദൈവത്തിൻ്റെ വചനം ശക്തമാണ്. ഹെബ്രായർക്കുള്ള ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വചനം, ജെറമ്യായുടെ പുസ്തകം 5-ാം അധ്യായം 14-ാമത്തെ വചനം, ജെറമ്യായുടെ പുസ്തകം 23-ാം അധ്യായം 29-ാമത്തെ വചനം. രണ്ടാമതായിട്ട് ദൈവത്തിൻ്റെ വചനം നിലനിൽക്കുന്നു, അതിന് മാറ്റമില്ല, എന്നും ആശ്രയിക്കാം. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 33-ാമത്തെ വചനം, ഏശയ്യായുടെ പുസ്തകം 40-ാം അധ്യായം 8-ാമത്തെ വചനം, വിശുദ്ധ പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വചനങ്ങൾ. മൂന്നാമതായിട്ട് ദൈവത്തിൻ്റെ വചനം ഫലദായകമാണ്. അതിന് ഫലം നൽകാതിരിക്കാൻ സാധിക്കില്ല. ഇന്ന് നിങ്ങൾ കേൾക്കുന്ന വചനം, ഇന്ന് നിങ്ങൾ വായിക്കുന്ന വചനം, നിങ്ങൾ പഠിക്കുന്ന വചനം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഫലം നൽകിയിരിക്കും. ഫലം നൽകാതിരിക്കാൻ ദൈവത്തിൻ്റെ വചനത്തിന് സാധിക്കില്ല. ഏശയ്യായുടെ പുസ്തകം 55-ാം അധ്യായം 10-11 വചനങ്ങൾ, റോമാക്കാർക്ക് ലേഖനം 9-ാം അധ്യായം 6-ാമത്തെ വചനം. ഇതാണ് റീകാപ്പ്. ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. ഇനി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ 4-ാമത്തെ പ്രത്യേകത, ദൈവത്തിൻ്റെ വചനത്തെ സംബന്ധിക്കുന്ന 4-ാമത്തെ കാര്യം, ദൈവത്തിൻ്റെ വചനം സത്യമാണ്. ദൈവത്തിൻ്റെ വചനം സത്യമാണ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും നമുക്ക് വിശ്വസിക്കാം, പൂർണ്ണമായും നമുക്ക് ഉൾക്കൊള്ളാം. ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ചതുകൊണ്ട് ആർക്കും നിരാശപ്പെടേണ്ടി വരില്ല. ദൈവത്തിൻ്റെ വചനം ഉൾക്കൊണ്ടതുകൊണ്ട് ആർക്കും ഒരു നഷ്ടവും ഉണ്ടാകില്ല. കാരണം
അത് സത്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 17-ാമത്തെ വചനം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 17-ാമത്തെ വചനം. നമ്മൾ ഇതിനു മുമ്പ് കണ്ടതുപോലെ നമ്മൾ വചനം കേട്ടും കണ്ടും വായിച്ചുമാണ് ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് ബൈബിളുള്ളവരും ഫോണിൽ വചനമുള്ളവരും എല്ലാവരും കൂടെ വായിക്കണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 17-ാമത്തെ വചനം നമുക്ക് ഒരുമിച്ച് വായിക്കാം. അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യം. ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. ആ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ഈശോ പിതാവിനോട് പറയുകയാണ്, അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. ഉടനെ തന്നെ ഈശോ പറയുകയാണ്, അവിടുത്തെ വചനമാണ് സത്യം. ഈ ഭൂമിയിൽ നമുക്ക് ആശ്രയിക്കാവുന്ന, നമുക്ക് വിശ്വസിക്കാവുന്ന, പരിപൂർണമായും ഉൾക്കൊള്ളാവുന്ന സത്യമാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് നമ്മൾ ജീവിച്ചാൽ ഒരിക്കലും നമുക്ക് നിരാശപ്പെടേണ്ടി വരില്ല. ദൈവത്തിൻ്റെ വചനം സത്യമാണ്. 33-ാം സങ്കീർത്തനം 4-ാമത്തെ വചനം. 33-ാം സങ്കീർത്തനം 4-ാമത്തെ വചനം. ദൈവത്തിൻ്റെ വചനം സത്യമാണെന്ന് ഈ വചനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 33-ാമത്തെ സങ്കീർത്തനം 4-ാമത്തെ വചനം നമുക്ക് ഒരുമിച്ച് വായിക്കാം. കർത്താവിൻ്റെ വചനം സത്യമാണ്, അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയമാണ്. കർത്താവിൻ്റെ വചനം സത്യമാണ്, അതിൻ്റെ ഫലമാണ് അടുത്ത വചനത്തിൽ പറയുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ പ്രവൃത്തി വിശ്വസിക്കാവുന്നതാണ്. ആരെയാണ് നമ്മൾ വിശ്വസിക്കുക? സത്യം പറയുന്നവരെ. സത്യം പറയുന്നവരുടെ വാക്കുകളെ നമ്മൾ വിശ്വസിക്കും, അവരുടെ പ്രവൃത്തികളെ നമ്മൾ വിശ്വസിക്കും. അവർ വിശ്വസിച്ചാൽ നമുക്ക് അബദ്ധം പറ്റില്ല, അവർ വിശ്വസിച്ചാൽ നമുക്ക് യാതൊരു നഷ്ടവും പറ്റില്ല. കർത്താവിൻ്റെ വചനം സത്യമാണ്, അതിനാൽ അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയമാണ്. ഒരുപക്ഷെ നമുക്കത് നന്മയായി തോന്നണമെന്നില്ല. പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നാം ഇത് നമ്മുടെ നാശത്തിനാണെന്ന്. പക്ഷെ ആത്യന്തികമായി അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും. അത് കർത്താവിൻ്റെ പ്രവൃത്തിയായതുകൊണ്ട് വിശ്വസിക്കാവുന്നതായിരിക്കും. കാരണം കർത്താവിൻ്റെ വചനം സത്യമാണ്. ദൈവത്തിൻ്റെ വചനം സത്യമാണ്, അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയമാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 30-ാം അധ്യായം 5-ാമത്തെ വചനം. സുഭാഷിതങ്ങളുടെ പുസ്തകം 30-ാം അധ്യായം 5-ാമത്തെ വചനം. ദൈവത്തിൻ്റെ ഓരോ വാക്കും സത്യമാണെന്ന് തെളിയുന്നു എന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 30-ാം അധ്യായം 5-ാമത്തെ വചനം. ദൈവത്തിൻ്റെ ഓരോ വാക്കും സത്യമെന്ന് തെളിയുന്നു, തന്നെ അഭയം പ്രാപിക്കുന്നവർക്ക് അവിടുന്ന് കവചമാണ്. ദൈവത്തിൻ്റെ ഓരോ വാക്കും സത്യമാണ്. അപ്പോൾ കർത്താവിൻ്റെ വചനം സത്യമാണെന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ വിശുദ്ധ ഗ്രന്ഥം സത്യമാണെന്ന് മനസ്സിലാക്കണം. അത് മാത്രമല്ല, ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഓരോ വാക്കും സത്യമാണ്. ഏത് വാക്ക് വിശ്വസിച്ചാലും നമുക്ക് തെറ്റുപറ്റില്ല, ഏത് വാക്ക് നമ്മൾ ആശ്രയിച്ചാലും നമുക്ക് തെറ്റുപറ്റില്ല. കാരണം വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ വാക്കും സത്യമാണ്. കർത്താവിൻ്റെ ഓരോ വാക്കും സത്യമാണ്. കാരണം പറയുന്നത് കർത്താവാണ്. ഇത് കർത്താവിൻ്റെ വചനമാണ്, അതുകൊണ്ട് തന്നെ അത് സത്യമാണ്. ഇതാണ് കർത്താവിൻ്റെ വചനത്തിൻ്റെ 4-ാമത്തെ പ്രത്യേകത. ദൈവത്തിൻ്റെ വചനം സത്യമാണ്. വചനങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 17-ാമത്തെ വചനം, 33-ാം സങ്കീർത്തനം 4-ാമത്തെ വചനം, സുഭാഷിതങ്ങളുടെ പുസ്തകം 30-ാം അധ്യായം 5-ാമത്തെ വചനം. 5-ാമത്തെ പ്രത്യേകത, ദൈവത്തിൻ്റെ വചനം ആത്മാവിൻ്റെ വാളാണ്. ദൈവത്തിൻ്റെ വചനം ആത്മാവിൻ്റെ വാളാണ്. ഇതിനു മുമ്പ് പല പ്രാവശ്യവും നമ്മൾ കണ്ടിട്ടുണ്ട് കർത്താവിൻ്റെ വചനത്തെ വാളിനോട് ഉപമിച്ചിരിക്കുന്നത്. ഇവിടെ വേറൊരു അർത്ഥത്തിലാണ് പൗലോസ്ലിഹ പറയുന്നത് ദൈവത്തിൻ്റെ വചനം വാളാണെന്ന്. പൗലോസ്ലിഹ പറയുകയാണ്, നമ്മളെല്ലാവരും ഒരു ആധ്യാത്മിക യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ദുഷ്ടൻ തൻ്റെ സകല ആയുധങ്ങളും ധരിച്ച് നമ്മുടെ അടുത്തേക്ക് വരികയാണ്. ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ നിഷ്പ്രഭമാക്കണമെങ്കിൽ നമുക്ക് ആയുധങ്ങൾ ഉണ്ടാകണം. ദുഷ്ടൻ ആയുധങ്ങളുമായി വരുമ്പോൾ നിരായുധരായി പോരാടിയാൽ നമ്മൾ തോറ്റുപോകും. അതുകൊണ്ട് ദുഷ്ടൻ വരുന്നതിന് മുമ്പ് ദുഷ്ടൻ്റെ ആയുധങ്ങളെ നേരിടാൻ തക്കവിധം നമ്മൾ സുസജ്ജരായിരിക്കണം, നമ്മൾ ആയുധങ്ങൾ ധരിക്കണം. ഇതിനെക്കുറിച്ചാണ് വിശുദ്ധ പൗലോസ്ലിഹ എഫേസുസുകാർക്ക് ലേഖനം 6-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വചനങ്ങളിൽ പറയുന്നത്. 17-ാമത്തെ വചനമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെയാണ് ദൈവവചനത്തെക്കുറിച്ച് പറയുന്നത്. പക്ഷെ അതിനു മുമ്പ് കുറേ ആയുധങ്ങളെക്കുറിച്ച് പൗലോസ്ലിഹ പറയുന്നുണ്ട്. പശ്ചാത്തലം മനസ്സിലാകാൻ വേണ്ടി 6-ാമത്തെ അധ്യായം 14 മുതൽ നമുക്ക് വായിക്കാം. 17-ാമത്തെ വാക്യത്തിൽ നമുക്ക്
കൂടുതൽ ശ്രദ്ധ കൊടുക്കാം. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസുസുകാർക്ക് ലേഖനം 6 അധ്യായം 14 മുതൽ 17 വരെയുള്ള വചനങ്ങൾ. 14 മുതൽ നമുക്ക് വായിക്കാം. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിച എടുക്കുവിൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ പൗലോസ് ശ്ലീഹ എന്താണ് പറയുന്നത്? സത്യം കൊണ്ട് അരമുറക്കണം, നീതിയുടെ കവചം ധരിക്കണം, സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കണം, വിശ്വാസത്തിൻ്റെ പരിച എടുക്കണം, രക്ഷയുടെ പടത്തൊപ്പി അണിയണം, ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കണം. ഈ ദൈവവചനം എന്നത് ആത്മാവിൻ്റെ വാളാണ്. ദുഷ്ടന്റെ കൂരമ്പകളെ നേരിടാൻ നമ്മെ സഹായിക്കുന്ന ആധ്യാത്മിക ആയുധം. ഈ ആയുധം നമ്മൾ എപ്പോഴാണ് എടുക്കേണ്ടത്? ശത്രു വന്ന് അടുത്തെത്തിയതിന് ശേഷമാണോ? അല്ല, ശത്രു വരുന്നതിന് മുമ്പേ നമ്മൾ ആയുധമെടുത്ത് സുസജ്ജരായിരിക്കണം. ഇന്ത്യയിൽ മിലിറ്ററിക്കാരുടെ ഇടയിൽ അവർ പരസ്പരം ശക്തിപ്പെടുത്താനും മോട്ടിവേഷൻ കൊടുക്കുവാനുമായിട്ട് പറയുന്ന ഒരു ഫ്രേസ് ഉണ്ട്, ഒരു പഴഞ്ചൊല്ല് പോലെ. അവർ എപ്പോഴും അവരുടെ മിലിറ്ററി ട്രെയിനിങ് സെൻ്ററുകളിലും അവരുടെ ക്യാമ്പുകളിലുമൊക്കെ എഴുതി വയ്ക്കുന്ന ഒരു വചനം ഇങ്ങനെയാണ് അവർ എഴുതി വയ്ക്കുന്നത്: ദ മോർ യു സ്വെറ്റ് ഇൻ പീസ് ദ ലെസ് യു ബ്ലീഡ് ഇൻ വാർ. ദ മോർ യു സ്വെറ്റ് ഇൻ പീസ് ദ ലെസ് യു ബ്ലീഡ് ഇൻ വാർ. സമാധാനത്തിൻ്റെ കാലത്ത് വിയർപ്പൊഴുക്കി സുസജ്ജരായിരുന്നാൽ യുദ്ധത്തിൻ്റെ കാലത്ത് അധികം രക്തം ചിന്തേണ്ടി വരില്ല. എന്താണ് സൂചിപ്പിക്കുന്നത്? മുൻകൂട്ടി ഒരുങ്ങിയിരിക്കുക, മുൻകൂട്ടി സുസജ്ജരായിരിക്കുക. ആധ്യാത്മിക യുദ്ധത്തിൻ്റെ കാര്യത്തിലും ഇത് ശരിയാണ്. ദുഷ്ടൻ നമ്മെ ആക്രമിക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ആയുധമെടുത്ത് സുസജ്ജരായിരിക്കാം. അവൻ വന്നതിന് ശേഷം, യുദ്ധം ആരംഭിച്ചതിന് ശേഷം നമ്മൾ ആയുധമെടുക്കാൻ ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ കഥ എന്തായിരിക്കും? അവൻ നമ്മെ കീഴടക്കും. അതുകൊണ്ട് നമ്മൾ മുൻകൂട്ടി ഒരുങ്ങിയിരിക്കണം. അതാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. സത്യം കൊണ്ട് അരമുറുക്കണം, നീതിയുടെ കവചം ധരിക്കണം, രക്ഷയുടെ പടത്തൊപ്പി അണിയണം, ദൈവവചനമാകുന്ന വാൾ എടുക്കണം. ദൈവത്തിൻ്റെ വചനം ആത്മാവിൻ്റെ വാളാണ്. ദുഷ്ടശക്തികളോട് പോരാടാൻ, നമ്മുടെ ജീവിതത്തിലെ പ്രതിബന്ധങ്ങളെ ഇല്ലാതാക്കാൻ നമ്മെ സഹായിക്കുന്ന വലിയ ആധ്യാത്മിക ആയുധമാണ് ദൈവത്തിൻ്റെ വചനം. അത് ആത്മാവിൻ്റെ വാളാണ്. ഇതാണ് ദൈവവചനത്തിൻ്റെ 5ാമത്തെ പ്രത്യേകത. ദൈവത്തിൻ്റെ വചനം ആത്മാവിൻ്റെ വാളാണ്. ഇനി അടുത്ത 5 കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അടുത്ത 5 കാര്യങ്ങൾ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന 5 കാര്യങ്ങളാണ്. ഇതുവരെ നമ്മൾ കണ്ടതോ ദൈവവചനത്തിൻ്റെ 5 പ്രത്യേകതകൾ. ഇനി കാണാൻ പോകുന്നതോ ദൈവവചനത്തിൻ്റെ 5 പ്രവൃത്തികൾ. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ചെയ്യുക? ഒന്നാമതായിട്ട് ദൈവത്തിൻ്റെ വചനം നമുക്ക് ജീവൻ നൽകും. ദൈവത്തിൻ്റെ വചനം നമുക്ക് ജീവൻ നൽകും. യോഹന്നാന്റെ സുവിശേഷം 6 അധ്യായം 63 വചനം. യോഹന്നാന്റെ സുവിശേഷം 6 അധ്യായം 63 വചനം. യോഹന്നാന്റെ സുവിശേഷം 6 അധ്യായം 63 വചനം. യേശു തന്നെ തൻ്റെ വചനത്തെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. നമുക്ക് ഒരുമിച്ച് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6 അധ്യായം 63 വചനം. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഈശോ ശിഷ്യന്മാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അനേകം നാളുകളായി സംസാരിക്കുന്നു. ഒരു ഘട്ടത്തിൽ ഈശോ അവരോട് പറയുകയാണ്, നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ജീവൻ നൽകും. എന്താണ് ഈശോ ഉദ്ദേശിച്ചത്? നിങ്ങൾ അനേകം വാക്കുകൾ കേൾക്കുന്നുണ്ട്, നിങ്ങൾ നാട്ടുകാരുടെ വാക്കുകൾ കേൾക്കുന്നുണ്ട്, നിങ്ങൾ വീട്ടുകാരുടെ വാക്കുകൾ കേൾക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ വചനം അതുപോലെയല്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. എത്ര വാക്കുകളാണ് ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നത്? എത്ര വാക്കുകളാണ് ഓരോ ദിവസവും നമ്മൾ വായിക്കുന്നത്? വീട്ടിലുള്ളവരുടെ വാക്കുകൾ കേൾക്കുന്നു, വാർത്ത കേൾക്കുന്നു, അല്ലെങ്കിൽ പത്രം വായിക്കുന്നു,
നമ്മൾ ജോലി സ്ഥലത്ത് പണിയെടുക്കുമ്പോൾ വാക്കുകൾ കാണുന്നു, കേൾക്കുന്നു. ഇങ്ങനെ നിരവധിയായ വ്യക്തികളുടെ വാക്കുകൾ നമ്മൾ കേൾക്കുന്നു. നമ്മളും അനേകം വാക്കുകൾ പറയുന്നു. മറ്റുള്ളവരുടെ വാക്കുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുക? ചിലരുടെ വാക്കുകൾക്ക് നമുക്ക് ചില അറിവ് നൽകാൻ സാധിക്കും. ചിലരുടെ വാക്കുകൾ നമ്മെ സന്തോഷിപ്പിച്ചേക്കും. ചിലരുടെ വാക്കുകൾ നമ്മെ ചിരിപ്പിച്ചേക്കും. ചിലരുടെ വാക്കുകൾ നമ്മെ കരയിപ്പിക്കും. ചിലരുടെ വാക്കുകൾ നമ്മെ പ്രോത്സാഹിപ്പിക്കും. മനുഷ്യരുടെ വാക്കുകൾക്ക് ഇത്രയൊക്കെ സാധിക്കുള്ളൂ. കാരണം ആത്മാവാണ് ജീവൻ നൽകുന്നത്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, മറ്റുള്ളവരുടെ വാക്കുകൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. അപ്പോൾ മറ്റുള്ളവരുടെ വാക്കുകളേക്കാൾ ശക്തമാണ് ദൈവത്തിൻ്റെ വാക്കുകൾ. മറ്റുള്ളവരുടെ വാക്കുകൾക്ക് സന്തോഷം നൽകാൻ സാധിക്കും, മറ്റുള്ളവരുടെ വാക്കുകൾക്ക് പ്രോത്സാഹനം നൽകാൻ സാധിക്കും. എന്നാൽ ദൈവത്തിൻ്റെ വാക്കുകൾക്ക് ജീവൻ നൽകാൻ സാധിക്കും. ജീവൻ നൽകുന്നതാണ് ദൈവത്തിൻ്റെ വാക്ക്. ഒരിക്കലും യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ വാക്കുകൾ കഠിനമാണെന്ന് പറഞ്ഞ് യേശുവിനെ ഉപേക്ഷിച്ചു പോയി. ആ സമയത്ത് ബാക്കിയുള്ളവരെ വിളിച്ചുകൂട്ടി ഈശോ അവരോട് ചോദിച്ചു, അവരൊക്കെ പോയി, ഇനി നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ അവർ എന്താണ് പറഞ്ഞത്? ശിമിയോൻ പത്രോസ് പറഞ്ഞു, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവന്റെ വാക്കുകൾ നിന്റെ പക്കലാണല്ലോ ഉള്ളത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 68-ാമത്തെ വചനം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 68-ാമത്തെ വചനം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 68-ാമത്തെ വചനം നമുക്ക് വായിക്കാം. ശിമയോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ടല്ലോ. ഇവിടെ ശിമയോൻ പത്രോസിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ശിമയോൻ പത്രോസ് പറയാൻ ആഗ്രഹിച്ച ഇതാണ്, വേറെ ആരുടെ അടുത്ത് പോയാലും നിന്റെ പക്കലുള്ളതുപോലെയുള്ള വാക്കുകൾ ഞങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ട് മറ്റാരുടെ പക്കലേക്ക് ഞങ്ങൾ പോകുന്നില്ല. കാരണം നിത്യജീവന്റെ വാക്കുകൾ നിന്റെ പക്കലാണ്. മറ്റുള്ളവരുടെ പക്കൽ നിത്യജീവന്റെ വാക്കുകളില്ല. മറ്റുള്ളവരുടെ പക്കൽ കൗതുകം നൽകുന്ന വാക്കുകളുണ്ട്, രസം നൽകുന്ന വാക്കുകളുണ്ട്, സന്തോഷം നൽകുന്ന വാക്കുകളുണ്ട്. പക്ഷെ നിന്റെ പക്കലാണ് നിത്യജീവന്റെ വാക്കുകളുള്ളത്. അതുകൊണ്ട് ആരുടെ പക്കലേക്കും ഞങ്ങൾ പോകുന്നില്ല. നിന്റെ പക്കലുള്ളത് പോലെയുള്ള വാക്കുകൾ മറ്റാരുടെ പക്കലും ഞങ്ങൾക്ക് ലഭിക്കില്ല. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാൻ, വാർത്തയിലെ വാക്കുകൾ കേൾക്കാൻ, ചാനൽ ചർച്ചകൾ കേൾക്കാൻ നമ്മൾ എത്രയോ സമയം ചെലവഴിക്കുന്നു. ആ വാക്കുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം സ്വാധീനിക്കാൻ സാധിക്കും, ആ വാക്കുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം വളർത്താൻ സാധിക്കും. പക്ഷെ അപ്പുറത്ത് നമുക്ക് ദൈവത്തിൻ്റെ വാക്കുകളുണ്ട്, നിത്യജീവൻ നൽകുന്ന വാക്കുകൾ, ജീവൻ നൽകുന്ന വാക്കുകൾ. അതുകൊണ്ട് ജീവൻ നൽകുന്ന വാക്കുകൾക്ക് വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനത്തിന് ജീവൻ നൽകാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാമത്തെ വചനം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാമത്തെ വചനം. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ഈശോ തന്നെ സംസാരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാമത്തെ വചനം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല, പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഈശോ എന്താണ് പറയുന്നത്? എൻ്റെ വാക്കുകൾക്ക് നിത്യജീവൻ നൽകാൻ സാധിക്കും. എൻ്റെ വാക്കുകൾ കേൾക്കുന്നവർക്ക്, എൻ്റെ വാക്കുകൾ സ്വീകരിക്കുന്നവർക്ക് മരണമില്ല, അവർ മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നു. സാധാരണ രീതിയിൽ ഈശോ ഇങ്ങനെ സംസാരിക്കാറുള്ളത് തൻ്റെ ശരീര രക്തങ്ങളെക്കുറിച്ചാണ്, വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ്. ഈശോ എങ്ങനെയാണ് സാധാരണ പറയാറുള്ളത്? എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടങ്ങും. അതേ അളവിൽ, അതേ ശക്തിയിൽ, അതേ രീതിയിൽ തന്നെയാണ് ഈശോ വചനത്തെക്കുറിച്ചും പറയുന്നത്. എന്താണ് ഈശോ പറയുന്നത്? എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല, പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിന് ജീവൻ നൽകാൻ സാധിക്കും. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ജീവൻ എന്ന് പറയുമ്പോൾ പ്രാണനല്ല. പ്രാണൻ എന്ന് പറയുന്നത് എന്താണ്? ശരീരത്തിൻ്റെ ജീവൻ, അതാണ് പ്രാണൻ. ജീവൻ എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ജീവനാണ്, ദൈവിക ജീവനാണ്. പ്രാണൻ നിലനിർത്താൻ നമ്മൾ എന്ത് ചെയ്യണം? ഭക്ഷണം കഴിക്കണം, ആരോഗ്യം സംരക്ഷിക്കണം, പ്രാണൻ നിലനിൽക്കും. പ്രാണൻ നിലനിൽക്കുന്നതുകൊണ്ട് നമ്മൾ ജീവനുള്ളവരാകണമെന്നില്ല. ജീവനുള്ളവരാകണമെങ്കിൽ ദൈവിക ജീവൻ നമ്മിൽ ഉണ്ടാകണം.
ദൈവികമായ ജീവന്റെ വളർച്ചയ്ക്കനുസരിച്ചാണ് ആധ്യാത്മികമായി നമ്മൾ വളരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ശരീരം വളർന്നുകൊണ്ടിരിക്കും, നമ്മുടെ ശരീരത്തിൽ പ്രാണനുണ്ടായിരിക്കും, ദൈവികമായ ജീവൻ ഉണ്ടാകണമെന്നില്ല. ദൈവികമായ ജീവനാണ് ഈ ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്നത്. മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിക്കാൻ, ദൈവിക ജീവൻ സ്വന്തമാക്കാൻ, നിത്യജീവൻ സ്വന്തമാക്കാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ സഹായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 51-ാമത്തെ വചനം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 51-ാമത്തെ വചനം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 51-ാമത്തെ വചനം നമുക്ക് വായിക്കാം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. വചനത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുന്ന അതേ രീതിയിലാണ് കർത്താവ് വചനത്തെക്കുറിച്ച് പറയുന്നത്. ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ മരിക്കുകയില്ല, അവന് നിത്യജീവനുണ്ട്. അവന് പ്രാണൻ മാത്രമല്ല ജീവനും ഉണ്ടാകും. അവന് ശരീരത്തിൻ്റെ പ്രാണൻ മാത്രമല്ല ദൈവിക ജീവനും ആത്മാവിൻ്റെ ജീവനും നിത്യജീവനും ഉണ്ടാകും. ദൈവത്തിൻ്റെ വചനത്തിന് ജീവൻ നൽകാനുള്ള കഴിവുണ്ട്. യെശയ്യായുടെ പുസ്തകം 55-ാം അധ്യായം 3-ാമത്തെ വചനം. യെശയ്യായുടെ പുസ്തകം 55-ാം അധ്യായം 3-ാമത്തെ വചനം. യെശയ്യായുടെ പുസ്തകം 55-ാം അധ്യായം 3-ാമത്തെ വചനം. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. ദാവീദിനോടെന്ന പോലെ നിങ്ങളോട് ഞാൻ സ്ഥിരമായ സ്നേഹം കാട്ടും. കർത്താവ് സ്നേഹപൂർവ്വം വിളിക്കുകയാണ്. എൻ്റെ അടുക്കൽ വന്ന് നിങ്ങൾ എൻ്റെ വാക്കുകൾ കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. നിങ്ങളോട് ഞാൻ ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. ദാവീദിനോട് എന്ന പോലെ നിങ്ങളോട് ഞാൻ എൻ്റെ സ്ഥിരമായ സ്നേഹം കാണിക്കും. എത്രയോ വലിയ വാഗ്ദാനമാണ്. ദൈവത്തിൻ്റെ പക്കൽ ചെന്ന് ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കുകയാണെങ്കിൽ നമ്മൾ ജീവിക്കും. ഇതാണ് ദൈവത്തിൻ്റെ വാക്ക് നമ്മുടെ ജീവിതത്തിൽ ആദ്യം ചെയ്യുന്ന പ്രവൃത്തി. ദൈവത്തിൻ്റെ വാക്ക് നമുക്ക് ജീവൻ നൽകും. നമ്മൾ കണ്ട വചനങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാമത്തെ വചനം, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 68-ാമത്തെ വചനം, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാമത്തെ വചനം, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 51-ാമത്തെ വചനം, യെശയ്യായുടെ പുസ്തകം 55-ാം അധ്യായം 3-ാമത്തെ വചനം. ഇനിയും ദൈവത്തിൻ്റെ വചനം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന്, എല്ലാം തകർന്ന് തരിപ്പണമായ അവസ്ഥയിൽ നിന്ന് ഇസ്രായേൽ ജനം ഉയർത്തെഴുന്നേറ്റ് ജീവൻ പ്രാപിച്ച ഒരു സംഭവം നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. എസെക്കിയേലിന്റെ പുസ്തകം 37-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വചനങ്ങൾ. എസെക്കിയേലിന്റെ പുസ്തകം 37-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വചനങ്ങൾ. ഈ 14 വചനങ്ങളും നമ്മൾ ഒറ്റയടിക്ക് വായിക്കുന്നില്ല, കുറേശ്ശെയായി വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പരിശ്രമിക്കാം. ആദ്യം നമുക്ക് 37-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ വായിക്കാം. എസെക്കിയേലിന്റെ പുസ്തകം 37-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ കിട്ടിയോ എല്ലാവർക്കും? ഫോണിൽ നമ്മൾ ബൈബിൾ നോക്കുമ്പോൾ ആൽഫബറ്റിക് ഓർഡറിലാണ് നോക്കുന്നത്. ചിലരൊക്കെ അത് കാരണം ബൈബിളിലും ആൽഫബറ്റിക് ഓർഡറിലാണ് നോക്കുന്നത്. ബൈബിളിൽ ആൽഫബറ്റിക് ഓർഡറിലല്ല നോക്കേണ്ടത്, ബൈബിളിൽ പുസ്തകങ്ങളുടെ ഓർഡറിൽ നോക്കണം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തത്. എസെക്കിയേലിന്റെ പുസ്തകം 37-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ വായിക്കേണ്ടത്. 3 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. ആദ്യം 1 തൊട്ട് 4 വരെ വായിക്കാം. കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വന്നു, അവിടുന്ന് തൻ്റെ ആത്മാവിനാൽ എന്നെ അയച്ച് അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തി. അവിടുന്ന് എന്നെ അവയുടെ ചുറ്റും നടത്തി. അവ വളരെ ഏറെ ഉണ്ടായിരുന്നു, അവ ഉണങ്ങി വരണ്ടിരുന്നു. അവിടുന്ന് എന്നോട് ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് ജീവിക്കാനാവുമോ? ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, അങ്ങേക്ക് അറിയാമല്ലോ. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക. അവ 2 അസ്ഥികളെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവനെന്ന് അവയോട് പറയുക. ഈ വചനങ്ങൾ വിശദമായി മനസ്സിലാക്കുന്നതിന് മുമ്പ് കർത്താവ് പ്രവാചകന്മാർക്ക് സന്ദേശം കൊടുത്ത രീതിയെക്കുറിച്ച് നാം ഒന്ന് മനസ്സിലാക്കണം. 3 രീതിയിലാണ് കർത്താവ് പ്രവാചകന്മാർക്ക് സന്ദേശം കൊടുത്തിരുന്നത്. ഏറ്റവും പ്രധാനമായി വാക്കുകളിലൂടെ സന്ദേശം കൊടുക്കും. കർത്താവ് പ്രവാചകനെ വിളിച്ചിട്ട് പറയും, ഇതാ എൻ്റെ ജനത്തിനുള്ള സന്ദേശം, നീ പോയി എൻ്റെ ജനത്തോട് പറയുക എന്ന് പറയും. അങ്ങനെ കർത്താവിൻ്റെ വാക്ക് കേട്ട് പ്രവാചകൻ പുറപ്പെട്ട് ജനങ്ങളുടെ അടുത്ത് പോയിട്ട് പറയും, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു
എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞ സന്ദേശം വാക്കുകളിലൂടെ കൈമാറും. ഇതാണ് സാധാരണ രീതി. രണ്ടാമതൊരു രീതിയിൽ കർത്താവ് പ്രവാചകന്മാരോട് സന്ദേശം കൈമാറും. പ്രവാചകനെ വിളിച്ചിട്ട് പറയും, ഏതെങ്കിലും ഒരു കാര്യം ചെയ്തു കാണിക്കാൻ പറയും. അവിടെ വചനം പറയുന്നില്ല, സന്ദേശം വാക്കുകളിലൂടെ കൈമാറുന്നില്ല. പ്രവാചകനോട് പറയും, നീ ഇങ്ങനെ ചെയ്യുക. അത് ചെയ്യുന്ന സമയത്ത് പ്രവാചകന് പോലും അറിയില്ല ഇതിൻ്റെ അർത്ഥം എന്താണെന്നും ഇതിൻ്റെ സന്ദേശം എന്താണെന്നും. നിങ്ങൾ വീട്ടിൽ പോയതിനു ശേഷം ജെറമ്യായുടെ പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനങ്ങൾ വായിക്കണം. അതുപോലെയുള്ള ഒരു കാര്യമാണ്. ജെറമ്യ പ്രവാചകനോട് പറയുന്നു, നീ ചന്തയിൽ പോയി ചണവസ്ത്രം വാങ്ങിക്കൊണ്ടുവന്ന് നിന്റെ അരയിലൊടുക്കുക, പിന്നീട് അത് അഴിച്ചു മാറ്റി യൂഫ്രട്ടീസ് നദീതീരത്ത് കുഴിച്ചിടുക, പിന്നീട് അത് എടുത്തു നോക്കുക, അപ്പോൾ അത് ഒന്നിനും കൊള്ളാത്ത വിധം ജീർണിച്ചു പോയിട്ടുണ്ടാകും. ഇവിടെ കർത്താവ് ഈ പ്രവൃത്തി വഴിയാണ് സന്ദേശം കൈമാറുന്നത്. അതിനെ പ്രവാചക അടയാളം എന്ന് പറയും. അപ്പോൾ വാക്കുകളിലൂടെ കൈമാറും, അടയാളങ്ങളിലൂടെ കൈമാറും, പ്രവൃത്തികളിലൂടെ. മൂന്നാമതൊരു രീതിയാണ് ദർശനം. പ്രവാചകനെ വിളിച്ച് ദർശനം കാണിച്ചു കൊടുക്കും. ആ ദർശനത്തിൽ കൂടെയാണ് കർത്താവ് സന്ദേശം കൈമാറുന്നത്. അപ്പോൾ ഈ ദർശനം മനസ്സിലാക്കി പ്രവാചകൻ പോയി ജനത്തോട് കർത്താവിൻ്റെ സന്ദേശം പറയണം. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് കർത്താവ് പ്രവാചകന്മാരുടെ സന്ദേശം കൈമാറുന്നത്? വാക്കുകളിലൂടെ, പ്രവാചക അടയാളങ്ങളിലൂടെ, ദർശനങ്ങളിലൂടെ. ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? ദർശനമാണ് കാണുന്നത്. ദർശനത്തിലൂടെയാണ് എസെക്കിയേൽ പ്രവാചകനോട് കർത്താവ് ഇവിടെ സന്ദേശം കൈമാറുന്നത്. ഇനി നമുക്ക് വായിക്കാം. കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വന്നു, അവിടുന്ന് തൻ്റെ ആത്മാവിനാൽ എന്നെ നയിച്ച് അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തി. ഇതൊരു ദർശനമാണ്. പ്രവാചകനെ കർത്താവ് എടുത്തുയർത്തി. എന്നിട്ട് കർത്താവ് പ്രവാചകനെ ഒരു താഴ്വരയിൽ കൊണ്ട് ഇറക്കി. താഴ്വരയിൽ നിന്ന് പ്രവാചകൻ ചുറ്റും നോക്കിയപ്പോൾ എന്താണ് കണ്ടത്? ഉണങ്ങി വരണ്ട അസ്ഥികൾ, ദ്രവിച്ചു തുടങ്ങിയ, ഒന്നിനും കൊള്ളാത്ത കുറെ അസ്ഥികൾ കുന്നുകൂടി കിടക്കുന്നു. എന്നിട്ട് കർത്താവ് പ്രവാചകനോട് ചോദിക്കുകയാണ്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ വീണ്ടും ജീവിക്കുമോ? പാവം പ്രവാചകൻ അങ്കലാപ്പലായി. കാരണം പ്രവാചകൻ ഒരു സാധാരണ മനുഷ്യനാണ്. ഇത് ജീവിക്കുമെന്ന് പറയണമോ ജീവിക്കണ്ട എന്ന് പറയണമോ പ്രവാചകൻ അറിഞ്ഞുകൂടാ. ഇതൊരു ദർശനമാണ്. പ്രവാചകൻ പറഞ്ഞു, കർത്താവേ, അങ്ങേക്ക് അറിയാമല്ലോ. അപ്പോൾ കർത്താവ് പ്രവാചകനോട് പറയുകയാണ്, നീ ഈ ഉണങ്ങി വരേണ്ട അസ്ഥികളോട് വചനം പറയുക. ഉണങ്ങി വരേണ്ട അസ്ഥികളോട് വചനം പറയുക. പാവം പ്രവാചകൻ മുമ്പിൽ കാണുന്നത് എന്താണ്? ഉണങ്ങി വരണ്ട, ദ്രവിച്ചു തുടങ്ങിയ അസ്ഥികളുടെ കൂമ്പാരം. പ്രസംഗിക്കാൻ നല്ല എളുപ്പമല്ലേ? ഇപ്പം ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നുണ്ട്. കാരണം നിങ്ങളൊക്കെ സന്തോഷത്തോടെ ബൈബിളും പിടിച്ച് ഫോണും പിടിച്ച് വചനം കേൾക്കാൻ കാത്തിരിക്കുകയാണ്. നിങ്ങളെ കണ്ടാൽ തന്നെ വചനം പറയാൻ തോന്നും. പക്ഷെ അവിടെ പ്രവാചകന് മുമ്പിലോ ഉണങ്ങി വരേണ്ട അസ്ഥികൾ. ഇവിടെ ഒരു കൂമ്പാരം, ഇവിടെ ഒരു വേറെ കൂമ്പാരം, പിന്നെ അവിടെ ഒരു കൂമ്പാരം. പാവം പ്രവാചകൻ അസ്ഥികളുടെ മുമ്പിൽ നിന്ന് കർത്താവ് പറഞ്ഞതുകൊണ്ട് വചനം പറയാൻ തുടങ്ങി. ഇനി നമുക്ക് അടുത്ത ഭാഗം വായിക്കാം. 5 മുതൽ 10 വരെ. ദൈവമായ കർത്താവ് ഈ അസ്ഥികളോട് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകൾ വെച്ചുപിടിപ്പിക്കുകയും മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ ജീവൻ പ്രാപിക്കും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചപ്പോൾ ഒരു ശബ്ദമുണ്ടായി, ഒരു കിരികിരാ ശബ്ദം. വേർപെട്ടു പോയ അസ്ഥികൾ തമ്മിൽ ചേർന്നു. ഞാൻ നോക്കിയപ്പോൾ ഞരമ്പും മാംസവും അവയുടെ മേൽ വന്നിരുന്നു, ചർമ്മം അവയെ പൊതിഞ്ഞിരുന്നു, എന്നാൽ അവയ്ക്ക് പ്രാണൻ ഉണ്ടായിരുന്നില്ല. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ജീവശ്വാസത്തോട് പ്രവചിക്കുക. മനുഷ്യപുത്ര, ജീവശ്വാസത്തോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ജീവശ്വാസമേ, നീ 4 വായുക്കളിൽ നിന്ന് ഈ നിഹിതന്മാരുടെ മേൽ വീശുക. അവർക്ക് ജീവൻ ഉണ്ടാകട്ടെ. അവിടുന്ന് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. അപ്പോൾ ജീവശ്വാസം അവരിൽ പ്രവേശിച്ചു. അവർ ജീവൻ പ്രാപിച്ചു. വളരെ വലിയ ഒരു സൈന്യം പോലെ അവർ എഴുന്നേറ്റ് നിന്നു. പ്രവാചകൻ ഈ അസ്ഥികളെ നോക്കി പ്രസംഗിക്കാൻ തുടങ്ങി. പ്രവാചകന്റെ അധരങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം പുറപ്പെടാൻ തുടങ്ങി. ഈ ദൈവത്തിൻ്റെ വചനം അസ്ഥികളെ സ്പർശിച്ചു. പ്രവാചകൻ പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു കിരുകിരാ ശബ്ദം. പ്രവാചകൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പ്രവാചകൻ നോക്കിയപ്പോൾ അസ്ഥികളൊക്കെ ഇളകുന്നു, അസ്ഥികളൊക്കെ ഒന്നിച്ചു കൂടുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ അസ്ഥികളിലേക്ക് ചർമ്മവും ഞരമ്പും മാംസവും വന്നു ചേർന്നു. പിന്നെയും പ്രസംഗിച്ചു കൊണ്ടിരുന്നു.
പ്രവാചകന്റെ അധരങ്ങളിൽ നിന്ന് ദൈവവചനം പുറപ്പെട്ട് ഈ അസ്ഥികളിൽ വീണുകൊണ്ടേയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അസ്ഥികളിൽ നിന്ന് ശരീരങ്ങൾ ഉണ്ടായി, എന്നാലും ജീവൻ ഉണ്ടായിരുന്നില്ല. വീണ്ടും കർത്താവ് പറഞ്ഞു, നീ പ്രവചിക്കുക. പ്രവാചകൻ പ്രവചിച്ചുകൊണ്ടേയിരുന്നു. ദൈവത്തിൻ്റെ വചനങ്ങൾ പ്രവാചകന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ട് ആ ശരീരങ്ങളിൽ പ്രവേശിച്ചു. പതുക്കെ പതുക്കെ ആ ശരീരങ്ങൾക്ക് ജീവൻ വയ്ക്കാൻ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ ഒരു മഹാസൈന്യം പ്രവാചകന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നു. പ്രസംഗിക്കാൻ ആരംഭിച്ചപ്പോൾ എന്താണ് പ്രവാചകൻ കണ്ടത്? അസ്ഥികളുടെ കൂമ്പാരം. പ്രസംഗം അവസാനിപ്പിച്ചപ്പോഴോ മഹാസൈന്യം, ജീവിക്കുന്ന മഹാസൈന്യം. ഇത് സംഭവിച്ചത് എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ വചനം ആ അസ്ഥികളിൽ സ്പർശിച്ചതുകൊണ്ട്, ആ അസ്ഥികളിൽ ദൈവത്തിൻ്റെ വചനം വീണതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഈ പ്രവാചകൻ ഈ അസ്ഥികളെ സ്പർശിച്ചോ? സ്പർശിച്ചിട്ടില്ല. എന്തെങ്കിലും മരുന്നോ ലേപനമോ പൂശിയോ? ഒന്നും ചെയ്തിട്ടില്ല. ഒറ്റ കാര്യമേ ചെയ്തിട്ടുള്ളൂ, നിന്ന് പ്രസംഗിച്ചു കൊണ്ടേയിരുന്നു. ആ വചനം പുറപ്പെട്ട് അസ്ഥികളിൽ വീണപ്പോൾ അസ്ഥികൾ ശരീരങ്ങളായി, ശരീരങ്ങൾക്ക് ജീവൻ വെച്ചു, മഹാസൈന്യമായി മാറി. ഇത് ദർശനമാണ്. ഇപ്പോൾ വരെ നമ്മൾ കണ്ടത് ദർശനമാണ്. എന്താണ് ഈ ദർശനത്തിൻ്റെ അർത്ഥം? എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ ഒരു ദർശനം കാണിച്ചു കൊടുത്തത്? 11-ാമത്തെ വചനം നമുക്ക് വായിക്കാം. അടുത്ത വചനം എസെക്കിയേലിന്റെ പുസ്തകം 37-ാം അധ്യായം 11-ാമത്തെ വചനം. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഭവനം മുഴുവനുമാണ്. ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു, പ്രതീക്ഷ നശിച്ചിരിക്കുന്നു, ഞങ്ങൾ തീർത്തും പരിത്യക്തരായിരിക്കുന്നു എന്ന് അവർ പറയുന്നു. ഈ മതി, ഒരു വചനം മാത്രം മതി. ഈ ദർശനം കാണിച്ചു കൊടുത്തിട്ട് കർത്താവ് പറയുകയാണ്, നീ ഇപ്പോൾ കണ്ട ദർശനത്തിലെ അസ്ഥികൾ അവ വെറും അസ്ഥികളല്ല. ആ അസ്ഥികൾ ഇസ്രായേൽ ഭവനം മുഴുവനുമാണ്. ഇസ്രായേൽ ഭവനത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഉണങ്ങി വരേണ്ട അസ്ഥികളെ കർത്താവ് കാണിച്ചത്. ഒരുപക്ഷെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇതുപോലെ ഒരു അടയാളം ഒരിടത്തും നമുക്ക് കാണാൻ സാധിക്കില്ല. സാധാരണ രീതിയിൽ ഇസ്രായേൽ ജനത്തെ സൂചിപ്പിക്കാനുള്ള പ്രതീകങ്ങൾ എന്തൊക്കെയാണ്? പഴയ നിയമത്തില്, പുതിയ നിയമത്തില് കർത്താവ് ദൈവജനത്തെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള അടയാളങ്ങൾ, പ്രതീകങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾക്കറിയാം. ആട്ടിൻകൂട്ടം, ഒലിവ് തോട്ടം, മുന്തിരിത്തോട്ടം, ഇതൊക്കെയാണ് സാധാരണ അടയാളങ്ങൾ. ഇവിടെ കർത്താവ് കാണിച്ചു കൊടുക്കുന്നത് ആട്ടിൻകൂട്ടത്തെയല്ല, ഒലിവ് തോട്ടത്തെയല്ല, മുന്തിരിത്തോട്ടത്തെയല്ല. എന്താണ് കാണിച്ചു കൊടുക്കുന്നത്? ഉണങ്ങി വരേണ്ട അസ്ഥികൾ. എന്നിട്ട് പറയുകയാണ്, ഈ ഉണങ്ങി വരേണ്ട അസ്ഥികൾ എൻ്റെ ജനമാണ്, ഇസ്രായേൽ ജനമാണ്. എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്? കാരണം ഇസ്രായേൽ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു, പ്രതീക്ഷ നശിച്ചിരിക്കുന്നു, ഞങ്ങൾ തീർത്തും പരിത്യക്തരായിരിക്കുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ അന്നത്തെ അവസ്ഥയാണിത്. അവർ പറഞ്ഞു, അവസാനിച്ചു, ഞങ്ങളുടെ പ്രതീക്ഷ മുഴുവൻ നശിച്ചു, ഞങ്ങൾ ഉണങ്ങി വരേണ്ട അസ്ഥികളെ പോലെയാണ്, ഞങ്ങൾ തീർത്തും പരിത്യക്തരായിരിക്കുന്നു. ഇതായിരുന്നു ഇസ്രായേൽ ജനത്തിൻ്റെ അവസ്ഥ. ആ അവസ്ഥയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് കർത്താവ് എസെക്കിയേൽ പ്രവാചകന് ഈ ഉണങ്ങി വരേണ്ട അസ്ഥികളെ കാണിച്ചത്. ഇനി എന്തുകൊണ്ടാണ് ഇസ്രായേൽക്കാർ അങ്ങനെ പറഞ്ഞത്? എല്ലാം തീർന്നു, ഞങ്ങൾ ഉണങ്ങി വരേണ്ട അസ്ഥികളെ പോലെയാണ്, ഞങ്ങളുടെ പ്രതീക്ഷ മുഴുവൻ അസ്തമിച്ചിരിക്കുന്നു, ഞങ്ങൾ പരിത്യക്തരായിരിക്കുന്നു എന്ന് ഇസ്രായേൽക്കാർ പറയാൻ കാരണം എന്താണ്? അവരുടെ ചരിത്രത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം, ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തമായിരുന്നു ബാബിലോൺ പ്രവാസം. ക്രിസ്തുവിന് മുമ്പ് 587 ബാബിലോൺ രാജാവ് ഇസ്രായേലിലേക്ക് വന്ന് ജെറൂസലേം ദേവാലയം നശിപ്പിച്ച് ജെറൂസലേമിനെ കീഴടക്കി ഇസ്രായേൽക്കാരെ മുഴുവൻ ബാബിലോണിലേക്ക് പ്രവാസികളായി കൂട്ടിക്കൊണ്ടുപോയി. ഈജിപ്തിൽ നിന്നും യാത്ര ആരംഭിച്ച ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു, ദൈവജനത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം. ഈ ദുരന്തം സംഭവിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് അവരിത് പറയുന്നത്, എല്ലാം കഴിഞ്ഞു, എല്ലാം അവസാനിച്ചു, എല്ലാം തീർന്നു, ഞങ്ങൾ പരിത്യക്തരായിരിക്കുന്നു. ഇത് പറയുന്ന സമയത്ത് ഇസ്രായേൽക്കാർ എവിടെയാണ്? ബാബിലോണിലാണ്. കാനാൻ ദേശത്തല്ല, ബാബിലോണിലാണ്. അവർ സ്വന്തം ദേശത്തല്ല, ബാബിലോണിലാണ് അവർ. ഈ ദുരന്തത്തിൻ്റെ ആഘാതം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അവരുടെ ആ അവസ്ഥ പരിഗണിക്കണം. ഇസ്രായേൽക്കാർക്ക്, ദൈവജനത്തിന് അഭിമാനം നൽകുന്ന 3 ഘടകങ്ങളുണ്ടായിരുന്നു. ഇത് 3മാണ് അവരെ ദൈവജനമാക്കുന്നത്, അവർ ഇസ്രായേലാക്കുന്നത്, അവർക്ക് ഏറ്റവും അഭിമാനം നൽകുന്നത്. ഒന്നാമതായിട്ട് ഇസ്രായേലിൻ്റെ രാജാവ് അവരെ സംബന്ധിച്ചിടത്തോളം ആരായിരുന്നു? ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിരുന്നു. രാജാവിനെ കർത്താവിൻ്റെ അഭിഷിക്തൻ എന്നാണ് അവർ വിളിക്കാറുള്ളത്.
ദാവീദിനോട് കർത്താവ് പറഞ്ഞു, എന്നും നിന്റെ സിംഹാസനത്തിൽ ഒരു രാജാവ് ഉണ്ടായിരിക്കും. എൻ്റെ ജനത്തെ പരിപാലിക്കാൻ ഒരു രാജാവ് നിന്റെ വംശത്തിൽ നിന്ന് എന്നും വരും. ഇതിൽ അവർ വിശ്വസിച്ചു. രാജാവിനെ കർത്താവിൻ്റെ അഭിഷിക്തനായി കണ്ടു, രാജാവിനെ കർത്താവിൻ്റെ പ്രതിനിധിയായി കണ്ടു. രാജാവ് എന്ന് പറഞ്ഞാൽ അവർക്ക് അഭിമാനമാണ്. രാജാവ്. രണ്ടാമത്തെ ഘടകമാണ് ജെറൂസലേം ദേവാലയം. ജെറൂസലേം ദേവാലയം. ജെറൂസലേമിനോടും ജെറൂസലേം ദേവാലയത്തോടും വൈകാരികമായ അടുപ്പം സൂക്ഷിക്കുന്നവനാണ് ഏതൊരു ഇസ്രായേൽക്കാരനും. അമ്മയെ മറന്നാലും ജെറൂസലേമിനെ മറക്കാൻ ഒരു ഇസ്രായേൽക്കാരന് സാധിക്കില്ല, അന്നും ഇന്നും. അത്രയും വൈകാരികമാണ് ജെറൂസലേമിനോടും ജെറൂസലേം ദേവാലയത്തോടുമുള്ള അവരുടെ ബന്ധം. മൂന്നാമതായിട്ട് കാനാൻ ദേശം. കാനാൻ ദേശത്തിൻ്റെ പ്രത്യേകത എന്താണ്? കർത്താവ് അബ്രാഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും വാഗ്ദാനം ചെയ്ത് ആ ഉടമ്പടി പാലിച്ച് ഇസ്രായേൽ ജനത്തിന് കൊടുത്തതാണ്. അവരോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ്, അവരോടുള്ള ഉടമ്പടി അടയാളമാണ് കാനാൻ ദേശം. ഈ മൂന്നുമാണ് അവർക്ക് അസ്തിത്വം നൽകിയിരുന്നത്. ഈ മൂന്നുമാണ് അവർക്ക് അർത്ഥം നൽകിയിരുന്നത്. ഈ മൂന്നുമാണ് അവർക്ക് അഭിമാനം നൽകിയിരുന്നത്. ഇപ്പോൾ നമ്മൾ കത്തോലിക്ക വിശ്വാസികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് അഭിമാനമുള്ളത്, നമുക്ക് അർത്ഥം നൽകുന്നത്, നമുക്ക് അസ്തിത്വം നൽകുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. നമുക്ക് വിശുദ്ധ കുർബാന പ്രത്യേകതയുള്ളതാണ്, നമുക്ക് അർത്ഥം നൽകുന്നതാണ്, നമ്മുടെ അസ്തിത്വത്തിൻ്റെ അടിസ്ഥാനമാണ്. പരിശുദ്ധ മാർപ്പാപ്പ നമ്മുടെ എല്ലാവരുടെയും സാർവത്രികമായ സഭയുടെ തലവനാണ്, നമ്മുടെ പിതാവാണ്, ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനാണ്, ഈ ഭൂമിയിൽ ക്രിസ്തുവിൻ്റെ പ്രതിനിധിയാണ്. പിന്നെ നമ്മുടെ കൂദാശകൾ, നമ്മുടെ ദേവാലയം, ഇതൊക്കെയാണ് നമുക്ക് അർത്ഥം നൽകുന്നത്, നമുക്ക് അഭിമാനം നൽകുന്നത്, നമുക്ക് അസ്തിത്വം നൽകുന്നത്. അതുപോലെ ഇസ്രായേൽക്കാർക്ക് 3 ഘടകങ്ങളുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ഇസ്രായേലിൻ്റെ രാജാവ്, ജെറൂസലേം ദേവാലയം, കാനാൻ ദേശം. ക്രിസ്തുവിന് മുമ്പ് 587 ഇസ്രായേൽക്കാർക്ക് ഇത് മൂന്നും നഷ്ടപ്പെട്ടു. ബാബിലോൺ രാജാവ് വന്ന് ഇസ്രായേലിനെ കീഴടക്കി ജെറൂസലേമിനെ നശിപ്പിച്ച് ഈ 3 ഘടകങ്ങളും ഇല്ലാതാക്കി ഇസ്രായേൽക്കാരെ ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ഇതിനെക്കുറിച്ചുള്ള ചരിത്ര പശ്ചാത്തലം നമുക്ക് കാണാൻ സാധിക്കുന്നത് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 25-ാമത്തെ അധ്യായത്തിലാണ്. എസെക്കിയേലിൻ്റെ പുസ്തകത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം കിടക്കുന്നത് ഇവിടെയാണ്. രാജാക്കന്മാരുടെ പുസ്തകം 2-ാം പുസ്തകം 25-ാമത്തെ അധ്യായത്തിൽ എസെക്കിയേൽ പ്രവാചകന്റെ പ്രവചനങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ആ ചരിത്ര പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണ് പ്രവാസത്തിലായിരിക്കുന്ന ജനത്തിൻ്റെ പക്കലേക്ക് ഈ പ്രവാചകനെ കർത്താവ് അയക്കുന്നതും അവരെ ശക്തിപ്പെടുത്തുന്നതും? കാരണം അവരുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 25-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് പോകാം. എന്നിട്ട് ഈ 3 ഘടകങ്ങളും അവർക്ക് ഓരോന്നായി നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 25-ാമത്തെ അധ്യായം. ഇത് സംഭവിക്കുന്നത് ഏത് വർഷത്തിലാണ്? ക്രിസ്തുവിന് മുമ്പ് 587. ഇതൊരു ദർശനമല്ല, ഇതൊരു കഥയല്ല, ഇത് ചരിത്രമാണ്. ക്രിസ്തുവിന് മുമ്പ് 587 സംഭവിച്ചത് ബൈബിളിൽ മാത്രം എഴുതപ്പെട്ട ചരിത്രമല്ല, ലോക ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ചരിത്രത്തിൻ്റെ ഭാഗമാണിത്. ഇസ്രായേൽക്കാരെ ബാബിലോൺകാർ കീഴടക്കി. ഇത് സംഭവിക്കുന്ന സമയത്ത് എങ്ങനെയാണ് അവർക്ക് ഓരോന്നായി നഷ്ടപ്പെട്ടതെന്ന് നോക്കാം. ആ സമയത്തെ രാജാവായിരുന്നു സെദക്കിയ രാജാവ്. സെദക്കിയ രാജാവ് ആരാണ്? അവരെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ പ്രതിപുരുഷൻ, കർത്താവിൻ്റെ അഭിഷിക്തൻ, മഹാനായ ദാവീദ് രാജാവിൻ്റെ സിംഹാസനത്തിലിരുന്ന് ദൈവജനത്തെ പരിപാലിക്കുന്നവൻ. ബാബിലോൺകാർ വന്നിട്ട് എന്താണ് ചെയ്തത്? സെദക്കിയായെ അവർ പിടിച്ചു. സെദക്കിയായെ പിടിച്ച് ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചു. അവൻ്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു. അവൻ്റെ മക്കളെ അവൻ്റെ കൺമുമ്പിൽ വെച്ച് കൊന്നുകളഞ്ഞു. എന്നിട്ട് അവനെ അടിമയാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ഇസ്രായേൽ ജനം നോക്കി നിൽക്കുകയാണ്. ഇസ്രായേലിൻ്റെ കർത്താവിൻ്റെ പ്രതിപുരുഷൻ, ദാവീദിൻ്റെ സിംഹാസനത്തിലിരുന്ന രാജാവ്, ഇസ്രായേലിനെ പരിപാലിക്കാൻ കർത്താവ് അയച്ച രാജാവിനെ ശത്രുക്കൾ പിടിച്ചുകെട്ടി മക്കളെ കൺമുമ്പിൽ വെച്ച് കൊന്നുകളഞ്ഞ് കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോകുന്നു. കണ്ണീരോടെയാണ് ഇസ്രായേൽക്കാർ ആ ദൃശ്യം നോക്കി നിന്നത്. നമുക്ക് വായിക്കാം. രാജാക്കന്മാർ 2-ാം പുസ്തകം 25-ാം അധ്യായം 7-ാമത്തെ വചനം. രാജാക്കന്മാർ 2-ാം പുസ്തകം 25-ാം അധ്യായം 7-ാമത്തെ വചനം. അതിന് മുമ്പിലുള്ള കുറച്ച് വചനങ്ങൾ വായിച്ചാൽ പശ്ചാത്തലം മനസ്സിലാകും. നമ്മളിപ്പോൾ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി 7-ാമത്തെ വചനം മാത്രമാണ് വായിക്കുന്നത്. നമുക്ക് വായിക്കാം. പുത്രന്മാരെ
അവൻ്റെ കൺമുമ്പിൽ വെച്ച് നിഗ്രഹിച്ചു. അവനെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തതിനു ശേഷം ചങ്ങല കൊണ്ട് ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ഏത് ഇസ്രായേൽക്കാരനാണ് താങ്ങാൻ സാധിക്കുക? തങ്ങളെ പരിപാലിക്കുമെന്ന് കരുതിയ രാജാവിത ബന്ദിയായി പോകുന്നു. തങ്ങളെ പരിപാലിക്കുമെന്ന് കരുതിയ രാജാവിത ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ട് കണ്ണുകൾ ചൂഴ്ന്നെടുക്കപ്പെട്ട് മറ്റൊരു രാജ്യത്തേക്ക് പ്രവാസിയായി പോകുന്നു. ഇത് കണ്ട് അവർ ഭയപ്പെട്ടു. ഇത് കണ്ട് അവർ പരിഭ്രമിച്ചു. ആ പരിഭ്രമം തീരുന്നതിന് മുമ്പ് ഈ ശത്രുക്കള് ജെറൂസലേം ദേവാലയത്തിന് തീയിട്ടു. 9-ാമത്തെ വചനം നമുക്ക് വായിക്കാം. അതേ അധ്യായം 9-ാമത്തെ വചനം. അവിടെ കർത്താവിൻ്റെ ആലയവും രാജകൊട്ടാരവും ജെറൂസലേമിലെ വീടുകളും അഗ്നിക്കിരയാക്കി മാളികകൾ കത്തിച്ചാമ്പലായി. ജെറൂസലേം ദേവാലയത്തിന് ശത്രുക്കൾ തീയിട്ടു. ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ ദേവാലയം, ഏറ്റവും മനോഹരമായ ദേവാലയം, സോളമൻ രാജാവ് പണി കഴിപ്പിച്ച ലോകപ്രസിദ്ധമായ ദേവാലയം അവരുടെ കൺമുമ്പിൽ നിന്ന് കത്തുകയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പാരീസിലെ നോട്ടർഡാം ദേവാലയം കത്തിയപ്പോൾ ആ ദേവാലയത്തിൻ്റെ മുറ്റത്ത് മുട്ടുകുത്തി നിന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്ന വിശ്വാസികളെ നിങ്ങൾ ഒരുപക്ഷെ ടി വിയിൽ കണ്ടിട്ടുണ്ടാകും. കാരണം അവരുടെ അഭിമാനത്തിൻ്റെ സ്തംഭമാണ് അവരുടെ കൺമുമ്പിൽ കത്തുന്നത്. അവരുടെ ആധ്യാത്മികതയുടെ പ്രതീകമാണ് അവരുടെ കൺമുമ്പിൽ കത്തുന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ കൺമുമ്പിൽ അവരുടെ ദേവാലയം കത്തുന്നു, കത്തിയമർന്നു, കത്തിച്ചാമ്പലായി, ഇല്ലാതായി. അങ്ങനെ അവർ നിൽക്കുന്ന സമയത്താണ് അവർക്ക് മൂന്നാമത്തെ ഘടകവും നഷ്ടപ്പെടുന്നത്. 21-ാമത്തെ വചനം നമുക്ക് വായിക്കാം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 25-ാമത്തെ അധ്യായം 21-ാമത്തെ വചനം. രാജാവ് അവരെ ഹാമാത്തിലെ റിബ്ലായിൽ വെച്ച് വധിച്ചു. അങ്ങനെ യൂദ നാടുകടത്തപ്പെട്ടു. ദൈവജനം നാടുകടത്തപ്പെട്ടു. അപ്പോൾ അവർക്ക് എന്ത് നഷ്ടപ്പെട്ടു? കാനാൻ ദേശം നഷ്ടപ്പെട്ടു. 7-ാമത്തെ വാക്യത്തിൽ രാജാവിനെ നഷ്ടപ്പെട്ടു. 9-ാമത്തെ വാക്യത്തിൽ ദേവാലയം നഷ്ടപ്പെട്ടു. 21-ാമത്തെ വാക്യത്തിൽ കാനാൻ ദേശം നഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് അർത്ഥം നൽകിയിരുന്ന, ഇസ്രായേലിന് അഭിമാനം നൽകിയിരുന്ന, ഇസ്രായേലിൻ്റെ അസ്തിത്വത്തിൻ്റെ ഭാഗമായിരുന്ന 3 ഘടകങ്ങളും അവർക്ക് നഷ്ടപ്പെട്ടു. ഈ അവസ്ഥയിലാണ് അവർ പറഞ്ഞത്, എല്ലാം തീർന്നു, ഞങ്ങൾ തീർത്തും പരിത്യക്തരായിരിക്കുന്നു, ഞങ്ങൾ ഉണങ്ങി വരേണ്ട അസ്ഥികളെ പോലെയാണ്. ഇത് പറയുന്ന സമയത്ത് ഇസ്രായേൽക്കാർ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിച്ചിരുന്നില്ല. കർത്താവിൻ്റെ ഒരു ഇടപെടൽ ഇസ്രായേൽ ജനം പ്രതീക്ഷിച്ചിരുന്നില്ല. ബാബിലോൺ അവരുടെ ശവക്കല്ലറയാണ് എന്നാണ് അവർ കരുതിയത്. ബാബിലോണിൽ നിന്ന് അവർ തിരിച്ചു പോകുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല. ബാബിലോൺ അവരുടെ ശവപ്പറമ്പാണ് എന്ന് അവർ കരുതി. അവർ പറഞ്ഞു, ഞങ്ങൾ അസ്ഥികളെ പോലെയാണ്, എല്ലാം നശിച്ചു, എല്ലാം പോയിരിക്കുന്നു, ഞങ്ങൾ തീർത്തും പരിത്യക്തരായിരിക്കുന്നു. നമുക്ക് എസെക്കിയേലിന്റെ പുസ്തകം 37-ാം അധ്യായം 11-ാമത്തെ വചനത്തിലേക്ക് തിരിച്ചു പോകാം. എസെക്കിയേലിന്റെ പുസ്തകം 37-ാം അധ്യായം 11-ാമത്തെ വചനം നമുക്ക് വായിക്കാം. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഭവനം മുഴുവനുമാണ്. ഇനിയുള്ള വാക്കുകൾ ശ്രദ്ധിക്കണം. ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു, പ്രതീക്ഷ നശിച്ചിരിക്കുന്നു, ഞങ്ങൾ തീർത്തും പരിത്യക്തരായിരിക്കുന്നു എന്ന് അവർ പറയുന്നു. അപ്പോൾ അവർ പറഞ്ഞതിൻ്റെ ആഴം മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നതെന്ന് അവർ പറഞ്ഞത്? എന്തുകൊണ്ടാണ് പ്രതീക്ഷ നശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാണ് ഞങ്ങൾ തീർത്തും പരിത്യക്തരായിരിക്കുന്നു എന്ന് പറഞ്ഞത്? അവരുടെ പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ടു. അവരുടെ എല്ലാം ഇല്ലാതായി, എല്ലാം തകർന്നടിഞ്ഞു. ഈ സമയത്താണ് കർത്താവ് എസെക്കിയേൽ പ്രവാചകനെ അയച്ച് അവരോട് പറയുന്നത്, നിങ്ങൾ വചനം കേൾക്കുക, നിങ്ങൾ വചനം കേട്ടാൽ നിങ്ങൾ തിരിച്ചു വരും, നിങ്ങൾ വചനം കേട്ടാൽ നിങ്ങൾ വീണ്ടും ജീവിക്കും. കർത്താവിൻ്റെ വാഗ്ദാനം എന്താണ്? 12 മുതൽ 14 വരെയുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം. ഇതുവരെ നമ്മൾ കണ്ട ആ ചരിത്ര പശ്ചാത്തലം നമ്മുടെ ഉള്ളിൽ വെച്ച് 12 മുതൽ 14 വരെയുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം. ആകയാൽ അവരോട് പ്രവചിക്കുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും, ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും. എൻ്റെ ജനമേ, കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് നിങ്ങൾ അറിയും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും, ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. കർത്താവായ ഞാനാണ് ഇത് പറഞ്ഞതെന്നും പ്രവർത്തിച്ചതെന്നും അപ്പോൾ നിങ്ങൾ അറിയും. കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവ് പറയുകയാണ്, എല്ലാം അവസാനിച്ചു എന്ന് നിങ്ങൾ കരുതുന്നു, പക്ഷെ ഞാൻ നിങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. നിങ്ങളുടെ കല്ലറകൾ ഞാൻ തുറക്കും. നിങ്ങൾ കല്ലറകളിലാണെന്ന് കരുതുന്നു, എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നു, പക്ഷെ നിങ്ങളുടെ കല്ലറകൾ തുറന്ന് ഞാൻ നിങ്ങളെ ഉയർത്തും. ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്തേക്ക് കൊണ്ടുവരും. ഞാൻ നിങ്ങളെ സ്വന്തം ദേശത്തേക്ക് കൊണ്ടുവന്ന് നിങ്ങളെ അവിടെ ഉറപ്പിക്കും, ഞാൻ നിങ്ങളെ അവിടെ താമസിപ്പിക്കും. ഇതായിരുന്നു കർത്താവിൻ്റെ വാഗ്ദാനം. ഇത് പറയാൻ വേണ്ടിയാണ്
അസ്ഥികൾ സൈന്യമായി മാറുന്ന ദർശനം എസെക്കിയേൽ പ്രവാചകന് കൊടുത്തത്. ആ അസ്ഥികളിൽ വചനം പതിച്ചപ്പോൾ ആ അസ്ഥികൾ സൈന്യമായി മാറിയത് പോലെ ഇസ്രായേൽ ജനമേ, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ കരുതുന്നു, എന്നാൽ നിങ്ങളായിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇടപെടാൻ ഞാൻ ഒരുക്കമാണ്. നിങ്ങൾ വചനം കേട്ടാൽ നിങ്ങൾ വീണ്ടും ജീവിക്കും. നിങ്ങൾ വചനം കേട്ടാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു വരും. നിങ്ങളെ ഞാൻ സ്വന്തം ദേശത്തേക്ക് കൊണ്ടുവരും. ഈ പ്രവചനം നിറവേറി. എന്നാണ് നിറവേറിയത്? ക്രിസ്തുവിന് മുമ്പ് 539. ക്രിസ്തുവിന് മുമ്പ് 539 ഈ പ്രവചനം നിറവേറി. അങ്ങനെ ഇസ്രായേൽ ജനം, ദൈവജനം ബാബിലോണിൽ നിന്ന് തിരിച്ച് സ്വന്തം ദേശത്തേക്ക് പോയി. അവരവിടെ വാസമുറപ്പിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഞങ്ങൾ അസ്ഥികളെ പോലെയായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് വീണ്ടും ജീവൻ ലഭിച്ചു. ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ടവരായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് വീണ്ടും എല്ലാം തിരിച്ചു കിട്ടി. അവർ വീണ്ടും തിരിച്ചു വന്ന് ജെറൂസലേം ദേവാലയം പുതുക്കി പണിതു. അവർ വീണ്ടും തിരിച്ചു വന്ന് കാനാൻ ദേശത്ത് താമസിച്ചു. അവർക്ക് വീണ്ടും രാജാക്കന്മാരുടെ സ്ഥാനത്ത് നായകന്മാരുണ്ടായി. പുരോഹിതന്മാരും രാജ്യാധികാരികളും അവരെ പരിപാലിച്ചു. അങ്ങനെ നഷ്ടപ്പെട്ടതെല്ലാം അവർക്ക് തിരിച്ചു കിട്ടി. ഇപ്പോൾ നമ്മൾ ദർശനം കണ്ടു, ദർശനത്തിൻ്റെ പിന്നിലുള്ള ചരിത്രം കണ്ടു. ഇന്ന് 2026 നമ്മൾ ഇത് വായിക്കുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ചില ഘട്ടങ്ങളിൽ നമ്മൾ തീരുമാനിക്കും, നമ്മൾ ചിന്തിക്കും, അവസാനിച്ചു, തീർന്നു, ഒരു ജോലി നഷ്ടപ്പെട്ടു, എല്ലാം കഴിഞ്ഞു. അല്ലെങ്കിൽ ഒരു ജോലിയിൽ തിരിച്ചടിയുണ്ടായി, കച്ചവടത്തിൽ തിരിച്ചടിയുണ്ടായി, എല്ലാം തീർന്നു, അവസാനിച്ചു എന്ന് നമ്മൾ കരുതും. ജീവിത പങ്കാളി മരിച്ചു, എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നവരുണ്ട്. ജീവിത പങ്കാളി ഉപേക്ഷിച്ചു, എല്ലാം തീർന്നു എന്ന് കരുതുന്നവരുണ്ട്. എന്തെങ്കിലും ഒരു ദുരന്തത്തിൻ്റെ പേരിൽ, ഏതെങ്കിലും ഒരു രോഗത്തിൻ്റെ പേരിൽ, ഏതെങ്കിലും ഒരു തിരിച്ചടിയുടെ പേരിൽ അവസാനിച്ചു, എല്ലാം കഴിഞ്ഞു എന്ന് നമ്മൾ കരുതുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് കർത്താവിന് പറയാനുള്ളത് ഇതാണ്: തീർന്നിട്ടില്ല, അവസാനിച്ചിട്ടില്ല, നീ വീണ്ടും ജീവിക്കും, നീ വീണ്ടും ജീവിക്കും. കല്ലറകളിലാണ് എന്ന് നീ കരുതുന്നു, എന്നാൽ നിന്റെ കല്ലറകൾ ഞാൻ പൊളിക്കും. നീ കല്ലറയിലാണെന്ന് കരുതുന്ന സമയത്ത് നിന്റെ കല്ലറ തുറന്ന് ഞാൻ നിന്നെ ജീവിപ്പിക്കും. നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ തിരിച്ചു നൽകും. നിന്റെ സ്വന്തം ദേശത്തേക്ക് ഞാൻ നിന്നെ കൊണ്ടുവരും. നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം നീ വീണ്ടും സ്വന്തമാക്കും. നീ ചെയ്യേണ്ടത് എന്താണ്? വചനം കേൾക്കണം. നീ വചനം കേൾക്കണം. വചനം കൊണ്ട് നിറയണം. വചനം കൊണ്ട് നീ നിറഞ്ഞാൽ ഈ അസ്ഥികൾ സൈന്യമായി മാറിയതുപോലെ നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു വരികയും നീ വീണ്ടും ശക്തി പ്രാപിക്കുകയും നീ മഹാപ്രതാപത്തോടെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. എന്തുകൊണ്ടാണ് കർത്താവ് അസ്ഥികളെ കാണിച്ചത്? വേറെ ഏതെങ്കിലും അടയാളങ്ങൾ കാണിക്കാമായിരുന്നു, എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയെ കാണിക്കാൻ വേണ്ടിയിട്ട്. അസ്ഥികളെ കാണിക്കാൻ ഒരു കാരണമുണ്ട്. അസ്ഥികൾ എങ്ങനെയാണ് അസ്ഥികളായത്? അല്ലെങ്കിൽ ശരീരങ്ങൾ എങ്ങനെയാണ് അസ്ഥികളായത്? ശരീരങ്ങൾക്ക് 3 കാര്യങ്ങൾ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ശരീരങ്ങൾ അസ്ഥികളായി മാറിയത്. ശരീരങ്ങൾക്ക് എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടത്? ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ചർമ്മം, മാംസം, ഞരമ്പ്. ഈ 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 8-ാമത്തെ വചനം നമുക്ക് വായിക്കാം. 8-ാമത്തെ വചനം, എസെക്കിയേലിന്റെ പുസ്തകം 37-ാം അധ്യായം 8-ാമത്തെ വചനം. ഞാൻ നോക്കിയപ്പോൾ ഞരമ്പും മാംസവും അവയുടെ മേൽ വന്നിരുന്നു, ചർമ്മം അവയെ പൊതിഞ്ഞിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് അവയ്ക്ക് നഷ്ടപ്പെട്ടത്? ഞരമ്പും മാംസവും ചർമ്മവും. മറ്റു പല കാര്യങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ഇത് പ്രതീകമാണ്, ഇത് ദർശനമാണ്. ഇവിടെ പറയുന്നത് എന്താണ്? ഈ ശരീരങ്ങൾക്ക് ചർമ്മവും മാംസവും ഞരമ്പും നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഈ ശരീരങ്ങൾ അസ്ഥികളായി മാറിയത്. അത് ഇസ്രായേലിൻ്റെ പ്രതീകമാണ്. കാരണം എന്താണ്? ഇസ്രായേലിന് രാജാവിനെയും ജെറൂസലേം ദേവാലയത്തെയും കാനാൻ ദേശത്തെയും നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ എല്ലുകൾക്ക് നഷ്ടപ്പെട്ട ചർമ്മവും മാംസവും ഞരമ്പും ഇസ്രായേലിന് നഷ്ടപ്പെട്ട രാജാവിൻ്റെയും ദേവാലയത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പ്രതീകങ്ങളാണ്. ഇനി വചനം വീണപ്പോൾ എന്ത് സംഭവിച്ചു? നഷ്ടപ്പെട്ട ഞരമ്പും മാംസവും തിരിച്ചു വന്നു, നഷ്ടപ്പെട്ട ചർമ്മം തിരിച്ചു വന്നു. വചനം കേട്ടാൽ ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും? ഇസ്രായേൽക്കാർ രാജാവിനെ വീണ്ടും സ്വന്തമാക്കും. ഇസ്രായേൽക്കാർ വീണ്ടും ജെറൂസലേം ദേവാലയം പുതുക്കി പണിയും. ഇസ്രായേൽക്കാർ വീണ്ടും സ്വന്തം ദേശത്തേക്ക് വരും. അപ്പോൾ വചനം കേട്ടാൽ ഇസ്രായേലിന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടും. വചനം കേട്ടപ്പോൾ ഈ എല്ലുകൾക്ക് നഷ്ടപ്പെട്ട ചർമ്മവും മാംസവും ഞരമ്പും തിരിച്ചു വന്നതുപോലെ ഇസ്രായേൽക്കാർക്ക് തിരിച്ചു വരും. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതുപോലെ ചർമ്മം നഷ്ടപ്പെട്ടവരെ പോലെ ആയിരിക്കാം, അല്ലെങ്കിൽ മാംസം നഷ്ടപ്പെട്ടവരെ പോലെ ആയിരിക്കാം, അല്ലെങ്കിൽ ഞരമ്പ് നഷ്ടപ്പെട്ടവരെ പോലെ ആയിരിക്കാം. അതായത് നമ്മുടെ ജീവിതത്തെ നിലനിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകം നഷ്ടപ്പെട്ടിരിക്കുന്നു.
ആരോഗ്യമായിരിക്കാം, സമ്പത്തായിരിക്കാം, അഭിമാനമായിരിക്കാം, എന്തെങ്കിലുമായിരിക്കാം, ജീവിത പങ്കാളിയായിരിക്കാം, മക്കളായിരിക്കാം. പക്ഷെ കർത്താവിനൊന്നേ പറയാനുള്ളൂ, തീർന്നിട്ടില്ല, അവസാനിച്ചിട്ടില്ല. കർത്താവിന് ഇടപെടാൻ ഇനിയും സമയമുണ്ട്. ഇസ്രായേൽക്കാർ എന്താണ് കരുതിയത്? തീർന്നു, അവസാനിച്ചു, ഇത് ഞങ്ങളുടെ ശവപ്പറമ്പാണെന്നാണ് അവർ കരുതിയത്. പക്ഷെ കർത്താവ് എന്താണ് പറയുന്നത്? തീർന്നിട്ടില്ല, ഞാൻ ഇനിയും ഇടപെടും. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ദൈവവചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഇതാണ്: കർത്താവിന് ഇടപെടാൻ ഇനിയും സമയം വൈകിയിട്ടില്ല. അവസാനിച്ചു എന്ന് നിങ്ങൾ കരുതിയാലും, ജീവിതത്തിൻ്റെ സായാഹ്നമായി എന്ന് നിങ്ങൾ കരുതിയാലും, ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വന്നു എന്ന് നിങ്ങൾ കരുതിയാലും, കർത്താവിന് ഇടപെടാൻ ഇനിയും സമയമുണ്ട്. കർത്താവിന് ഇടപെടാൻ ഇനി സമയം വൈകിയിട്ടില്ല. കർത്താവ് ഇടപെടും. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും. കർത്താവ് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരും. കർത്താവ് വീണ്ടും നിങ്ങളെ പുനർനിർമ്മിക്കും. കർത്താവ് വീണ്ടും നിങ്ങളെ ശക്തിപ്പെടുത്തും. കർത്താവ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു തരും. നിങ്ങൾ ചെയ്യേണ്ടതൊന്ന് മാത്രം: ജീവൻ നൽകുന്ന ദൈവത്തിൻ്റെ വചനം കൊണ്ട് നിറയണം. ജീവൻ നൽകുന്ന ദൈവത്തിൻ്റെ വചനം കൊണ്ട് നിറയണം. വചനം കൊണ്ട് നിറഞ്ഞാൽ ഞരമ്പും മാംസവും ചർമ്മവും തിരിച്ചു വന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നുപോയ സൗഭാഗ്യം തിരിച്ചു വരും. നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയ നമ്മുടെ ശക്തി തിരിച്ചു വരും. നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം ലഭിക്കും. ഇത് വാഗ്ദാനമാണ്. ഇത് കർത്താവിൻ്റെ വചനമാണ്. ഇത് എൻ്റെ വചനമല്ല. ഇത് സംഭവിക്കും. കർത്താവ് എന്താണ് പറഞ്ഞത്? ഇത് സംഭവിക്കും. അന്ന് നിങ്ങൾ മനസ്സിലാക്കും ഞാൻ കർത്താവാണെന്ന്. 37 അധ്യായം 14 വചനം നമുക്ക് വായിക്കാം. എസെക്കിയേലിന്റെ പുസ്തകം 37 അധ്യായം 14 വചനം. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും, ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. കർത്താവായ ഞാനാണിത് പറഞ്ഞതെന്നും പ്രവർത്തിച്ചതെന്നും അപ്പോൾ നിങ്ങൾ അറിയും. അന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഇസ്രായേൽ ജനം പിന്നീട് മനസ്സിലാക്കി 539 ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണെന്നും കർത്താവ് നമ്മുടെ കൂടെയുണ്ടെന്നും കർത്താവ് നമ്മെ കൈവിട്ടിട്ടില്ലെന്നും ഇസ്രായേൽ ജനം മനസ്സിലാക്കി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് ഇടപെടാൻ ഇനിയും സമയമുണ്ട്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടിരിക്കും. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ദൈവത്തിൻ്റെ വചനം ശ്രവിക്കണം. കാരണം ദൈവത്തിൻ്റെ വചനത്തിന് ജീവൻ നൽകാനുള്ള കഴിവുണ്ട്. ഇതാണ് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ആദ്യത്തെ കാര്യം. ഏതൊക്കെയാണ് വചനങ്ങൾ? യോഹന്നാൻ്റെ സുവിശേഷം 6 അധ്യായം 63 വചനം, യോഹന്നാൻ്റെ സുവിശേഷം 6 അധ്യായം 68 വചനം, യോഹന്നാൻ്റെ സുവിശേഷം 5 അധ്യായം 24 വചനം, യോഹന്നാൻ്റെ സുവിശേഷം 8 അധ്യായം 51 വചനം, യെശയ്യായുടെ പുസ്തകം 55 അധ്യായം 3 വചനം, എസെക്കിയേലിൻ്റെ പുസ്തകം 37 അധ്യായം 1 മുതൽ 14 വരെയുള്ള വചനങ്ങൾ, രാജാക്കന്മാരുടെ 2 പുസ്തകം 25 അധ്യായം 7 വചനം, 9 വചനം, 21 വചനം. ഈ വചനങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുക? ദൈവത്തിൻ്റെ വചനം നമുക്ക് ജീവൻ നൽകും. ദൈവത്തിൻ്റെ വചനം നഷ്ടപ്പെട്ടത് നമുക്ക് തിരിച്ചു തരും. നമുക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജീവൻ തിരിച്ചു വരും. നഷ്ടപ്പെട്ട ഓരോന്നായി നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. ഇതാണ് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ആദ്യത്തെ പ്രവൃത്തി.